ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളിലേക്കാണ് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എയ്റ്റ് ഓഫ് വാൻഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ചാരിയറ്റ്, Two of Swords, the Tower, Seven of Pentacles, Strength. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, വളരെയധികം റിലാക്സ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സന്തോഷമുണ്ടാവുന്നു എന്നുള്ളതാണ്. ഈ ഒരു സന്തോഷത്തിലേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു നിങ്ങൾ ഇതുവരെയും ചെയ്തിരുന്നത്. അത് നിങ്ങൾക്ക് ഇന്ന് സഫലമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സ്വയം ബോധം വന്നിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട്, എനിക്കത് നേടാൻ കഴിയും. എന്തിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്നോ ആ ഒരു കാര്യത്തിലേക്ക് എനിക്കത് നേടാൻ സാധിക്കും എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉൾവിളികൾ ഉണ്ടാവുന്നു. അത് നിങ്ങൾക്ക് സ്വയം ബോധ്യമാക്കി തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾ ബുദ്ധിപൂർവ്വം എന്തോ കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ചില പ്രയോജനപ്രദമായ ചില യാത്രകളാവാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം തരുമെന്ന് തോന്നുന്ന ചില യാത്രകളിലേക്കായിരിക്കാം നിങ്ങൾ ഇന്ന് തുടക്കം കുറിക്കുന്നത്. അതുമല്ല എങ്കിൽ എന്തെങ്കിലും പുതിയൊരു സംരംഭത്തിലേക്ക് നിങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും. ഫ്ലൈറ്റ് യാത്രയാവാം, വിദേശ ജോലിയാവാം, എന്താണോ നിങ്ങൾ അമിതമായിട്ട് ആഗ്രഹിച്ചിരുന്നത്, അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്, അത് നിങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ഒക്കെ നോക്കാവേ. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. ഇവിടെ അത്യധികമായ ആവേശത്തോടു കൂടി എന്തിനോ വേണ്ടി ഇവിടെ മുന്നോട്ട് പോവുകയാണ് പലരും എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് 8 വാൻഡ്സിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ ഒന്നിച്ചൊരു കൂട്ടത്തോടു കൂടി എന്തൊക്കെയോ നടപ്പിലാക്കാൻ പോകുന്നു. അല്ല എങ്കിൽ ഈ കൂട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ എനർജി ആവാം, നിങ്ങളുടെ ആവേശമാകാം. ഈ ഒരു ആവേശം നിങ്ങൾ ഈ സമയത്ത് പ്രയോഗിക്കുന്നത് നിങ്ങൾ ചില യാത്രകളിലേക്കാണെന്നാണ് ഇവിടെ കാണുന്നത്. ചില യാത്രകൾ ചെയ്യാനായിരിക്കാം. അതുമല്ല എങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റുന്നു. ഇനി അതുമല്ല, നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നുവെങ്കിൽ അത് നിങ്ങൾക്കിവിടെ എത്രയും പെട്ടെന്ന് സാധ്യമാകുന്ന എനർജിയാണ്. ഒരു റീയൂണിയന്റെ കാർഡ് കൂടിയാണ് 8 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്നത്. വാൻഡ്സ് ഫയർ സൈൻ ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയുടെ ഫയർ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഫയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ കോൺഫിഡൻസ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ പതിവിൽ അധികമായിട്ടും, മുൻപുണ്ടായിരുന്നതിലും അധികമായിട്ട് ആവേശം ഉണ്ടാകുന്നു, കോൺഫിഡൻസ് ഉണ്ടാകുന്നു. ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെയും എനിക്ക് സാധിച്ചു കിട്ടും എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളിൽ പലരും എന്നാണ് ഇവിടെ കാണുന്നത്. ഇതൊരു ദൈവാനുഗ്രഹം ഉള്ള കാർഡാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സാധ്യത നിങ്ങൾക്ക് ആദ്യമായിട്ടാണെങ്കിൽ അങ്ങനെ, അതുപോലെ പ്രൊമോഷൻ നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെയും സാധിക്കുന്നു. ഉല്ലാസ യാത്രകൾ, ബിസിനസ് സംബന്ധപരമായ യാത്രകൾ, ഇതൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്.
അടുത്തായിട്ട് വന്നിരിക്കുന്ന ചാരിയട്ടിന്റെ എനർജിയാണ്. ചാരിയട്ട് എന്ന് പറയുമ്പോൾ വാഹനത്തിന്റെ എനർജിയാണ്. ഇവിടെ വാഹനം എന്ന് പറയുമ്പോൾ യാത്രയാണ്. ഇവിടെ യാത്രയെ കുറിക്കുന്ന എനർജിയാണ്. ഈ ഒരു യാത്ര നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നു എന്നുള്ള വിക്ടറി ആൻഡ് സക്സസിൻ്റെതായ എനർജിയാണ് നമ്മുടെ ചാരിയട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ വിക്ടറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ചിലപ്പോൾ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരോ ഉണ്ടാകണം. അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ കഴിവുള്ള വ്യക്തികളാവണം. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് മുന്നോട്ട് കുതിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് നിങ്ങൾക്കൊരു വിക്ടറിയിലേക്ക് പോകാൻ, ഒരു ഹാപ്പിനെസ്സിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്നാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ദൈവാനുഗ്രഹം നിങ്ങളെ പല തരത്തിലുള്ള വിജയത്തിലും എത്തിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ എത്തേണ്ടിടത്ത് എത്താൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ പവർഫുൾ ആയിട്ടുള്ള ആക്ഷൻ കൊണ്ടാണ്. നിങ്ങൾക്ക് നല്ലതുപോലെ മെന്റൽ സ്ട്രെങ്ത് കൈവരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ജോലിയിലേക്ക് പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ പുതിയൊരു ജോലിയിലേക്ക് പോകാം. ഇനി അതുമല്ല എങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ മെന്റലി ഡൗൺ ആയിട്ടിരുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എങ്ങനെ എനിക്കിത് സംഭവിച്ചു എന്ന് അതിശയിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾ ഒരു ഉയർച്ചയിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് ലക്ഷ്യസ്ഥാനം എത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവിടേക്ക് കോൺസെൻട്രേഷനോടുകൂടി വളരെയധികം സ്പീഡിൽ പോകുന്നുണ്ട്. അപ്പൊ അത് സാധ്യമാകുന്നു എന്നുള്ള അല്ലെങ്കിൽ അത് സാധ്യമാക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നല്ലതുപോലെ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സാധിക്കുന്നത്. ഇവിടെ 4 ഓഫ് സോഡിന്റെ എനർജിയാണ്. അമിതമായിട്ട് ജോലി ചെയ്തുള്ള തളർച്ചയാവാം. ഇനി അതുപോലെ തന്നെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടാവും. ഓവറായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ട്രെസ് അനുഭവപ്പെടാം, ഏതെങ്കിലും തരത്തിലുള്ള പെയിൻ അനുഭവപ്പെടാം, തലവേദനയാവാം, വയറുവേദന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെയിൻ അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു എനർജിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ റെസ്റ്റാണ് അത്യാവശ്യം. വിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ജോലികൾ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം എന്നാലേ വിജയം വരൂ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പക്ഷെ ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം. 24 മണിക്കൂറും കഠിനാധ്വാനം ചെയ്ത് തളർന്നു കിടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറച്ച് അധ്വാനിക്കുക, കുറച്ച് വിശ്രമിക്കുക, അതുകൂടി ചെയ്യുക, വിശ്രമം കൂടി എടുക്കുക. പിന്നെ പരിശ്രമിക്കുമ്പോൾ അതിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവന്നിട്ട് പരിശ്രമിക്കുക. പഠിക്കുന്ന കാര്യത്തിലായാലും കുറച്ചേ പഠിച്ചുള്ളൂ, വളരെയധികം ശ്രദ്ധയോടുകൂടി പഠിക്കുക, അതിനെ മനസ്സിലിരുത്തുക. അപ്പോൾ എന്നിട്ട് കുറച്ച് വിശ്രമിക്കുക. അപ്പോൾ ഇത് അങ്ങനെയാണ്. ഇവിടെ ജോലി ചെയ്ത് തളർന്നുവെങ്കിൽ കുറച്ചൊന്ന് വിശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഗൈഡൻസ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് ഉത്സാഹത്തോടു കൂടി ജോലിയിലേക്ക് പോകാൻ സാധിക്കും. സോഡ് എയർ സൈൻ ആണ് ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അടുത്തായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് സോഡിന്റെ എനർജിയാണ്. കുഴങ്ങി നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ. നിങ്ങളിന്ന് കണ്ണു തുറന്നിട്ട് റിയാലിറ്റിയിലേക്ക് വരൂ എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് റിയാലിറ്റി എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം നിങ്ങളിലേക്ക് വരുമ്പോൾ പല വിധത്തിലുള്ള ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസും ഒക്കെ വരാം. മനുഷ്യ ജീവിതമല്ലേ. നന്മയായാലും തിന്മയായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും ഈ എനർജീസ് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ 2 എനർജീസാണ്, നന്മയും തിന്മയും, നെഗറ്റീവ് പോസിറ്റീവ്. മനസ്സിലായി? അപ്പൊ ഇത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നന്മ തന്നെ നമ്മളിലേക്ക് വരണമെന്നൊന്നുമില്ല. അവർ നമുക്ക് നന്മ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ ആഗ്രഹമാണ് അവർ നമുക്ക് തിരിച്ച് നന്മ ചെയ്യണമെന്ന്. പക്ഷെ അത് ചെയ്യണമെന്നില്ല. മറ്റൊരാളായിരിക്കും പകരം നമ്മളിലേക്ക് ഇങ്ങനെയുള്ള നല്ല പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നത്. അത് നമുക്ക് ഒരാളിൽ നിന്നല്ലാതെ പല ആൾക്കാരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പോവരുത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. പ്രതീക്ഷകളാണ് നമ്മളെ നിരാശയിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രതീക്ഷകൾ കൈവിടുക, അങ്ങനെ നന്മ ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായോ? കഴിയുന്നത്രയും ചെയ്യുക എന്നുള്ള, ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ നല്ല കാര്യങ്ങൾ തന്നെ ചെയ്തു പോവുക. അങ്ങനെയാണ്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകാം.
എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ടല്ലോ, നല്ല കർമ്മ ചെയ്തു കഴിഞ്ഞാൽ നല്ല കർമ്മ തന്നെ നമുക്ക് തിരിച്ച് കിട്ടും. അതായത് നെല്ല് വിതച്ചു കഴിഞ്ഞാൽ നെന്മണി തന്നെ നമുക്ക് കൊയ്യാൻ സാധിക്കും. പക്ഷെ അതുപോലെ അല്ലല്ലോ, ഇവിടെ നമ്മൾ നന്മ ഒരു വ്യക്തിക്ക് ചെയ്യുകയാണ്, പക്ഷെ ആ വ്യക്തി നമുക്ക് തിരിച്ച് ആ നന്മ ചെയ്യണമെന്നില്ല. അത് പ്രതീക്ഷിക്കുന്നിടത്താണ് നിരാശ വരുന്നത്. മനസ്സിലായോ? അപ്പൊ അതൊരിക്കലും പ്രതീക്ഷിക്കാതെ ഇരിക്കുക. അങ്ങനെ ആ ഒരു പ്രതീക്ഷയില്ല എങ്കിൽ, പ്രതീക്ഷകളാണ് ജീവിതത്തിൽ നിരാശ കൊണ്ടുവരുന്നത്. പ്രതീക്ഷകളില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ ഒരു പ്രശ്നം വരുമ്പോൾ റിയാലിറ്റി എന്താണ്, യഥാർത്ഥ വസ്തുത എന്താണ്, പ്രശ്നത്തിൻ്റെതായ ആ അടിവേരെന്താണ് എന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ മനസ്സ് കുഴങ്ങി ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് വരണം എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയിലിരിക്കുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നെഗറ്റീവ് എനർജിയിൽ ഇരിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കണം, ആ ഒരു അവസ്ഥയിലേക്ക് വരണം. ഇല്യൂഷനും ഉണ്ടാകും, ഇൻഡ്യൂഷനും ഉണ്ടാകും, മായയും ഉണ്ടാകും, യാഥാർത്ഥ്യവും ഉണ്ടാകും പ്രശ്നങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല, കണ്ണുകൾ മൂടിക്കെട്ടി നിൽക്കേണ്ട ആവശ്യമില്ല. കണ്ണുകൾ തുറന്ന് ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ, ഞാൻ എന്താണ്, എനിക്ക് എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഒന്നാമതായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാകാൻ സാധിക്കും എന്നുള്ള മനസ്സമാധാനം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സോഡ, എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി പറഞ്ഞല്ലോ. അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ടവറാണ്. ടവർ മൊമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് സംഭവങ്ങൾ ജീവിതത്തിൽ വരികയാണ് ഇവിടെ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയായിരിക്കാം ഒരു ലോൺ എടുത്തിട്ടായിരിക്കാം ഒരു വീട് വെച്ചത്. ആ വീട് പെട്ടെന്ന് എന്താണ് ഇടിമിന്നലേറ്റ് നശിച്ചു പോകുന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ അല്ലെങ്കിൽ ലോണൊക്കെ വർദ്ധിച്ച് വന്ന് ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യുക. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ അപ്പാടെ നശിച്ചു പോയി. ഇനി അതല്ല, ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇടപെടുന്നു. അവിടെ എന്താണ്, നല്ല രീതിയിൽ സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുമ്പോഴാണ് മറ്റൊരാൾ അതിനിടയിൽ വന്ന് ഇവിടെ ആകപ്പാടെ ഇടിനാശം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, അത് പ്രശ്നത്തിലായി. ഇനി ഒരു വാഹനം വാങ്ങിച്ചു, അത് ചിലപ്പോൾ ഏതെങ്കിലും വിധത്തിൽ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം ഒരു വാഹനം മേടിച്ചത്, അല്ലെങ്കിൽ ഒരു ജോലി ലഭിച്ചു. ഇതിലൊന്നും സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഇവിടെ അതിന് നാശം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് അത് നമ്മളെ ഒരുപാട് വിഷമത്തിലാക്കുന്ന എനർജിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ ഈ ഒരു സന്തോഷത്തിൻ്റെതായ ഈ ഒരു എനർജി നിലനിൽക്കുന്നില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ ഒരുപാട് തളർന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാം. അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകണം. ഇനി ഇതിനിടയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായ ചീറ്റിങ്ങും നിങ്ങളിലേക്ക് വരാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റം നിങ്ങളിൽ അടിച്ചേൽപ്പിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു എനർജിയിൽ കുറെ കാലം നിങ്ങൾക്ക് ഇരിക്കേണ്ടതായിട്ട് വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വന്നപ്പോഴാണ് നിരന്തരമായിട്ട് പ്രശ്നങ്ങൾ വീണ്ടും ഇങ്ങനെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിന് പിറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വരികയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇവിടെ നിന്നും റിമൂവ് ആകാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ഇതിനൊരു സമയമുണ്ട്. ഇത് ചിലപ്പോൾ ഇവിടെ നിന്നും ഒരു വലിയ പരിവർത്തനത്തിലേക്കാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത്. അത് നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുകയില്ല. കാരണം തൽക്കാലത്തെ എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം നെഗറ്റീവാണ്. അതിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുമ്പോൾ നാളെ സൗഭാഗ്യം വരുമെന്നൊന്നും ആരും ചിന്തിക്കുകയില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, എനിക്കിത് മാറും, ഈ ഒരു കഷ്ടകാലം എനിക്ക് മാറും, എന്നിലേക്ക് നല്ലതേ വരൂ. കാരണം ഞാൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നല്ലതിലേക്ക് പോകാൻ സാധിക്കും, എനിക്ക് നന്മ വരും, എനിക്ക് യൂണിവേഴ്സ് എന്നോടൊപ്പമുണ്ട്, എനിക്കിവിടെ നിന്ന് നല്ലൊരു വിജയത്തിലേക്ക് പോകാൻ സാധിക്കും, എനിക്ക് എത്രമാത്രം കഷ്ടപ്പാട് വന്നോ ഞാൻ അത്രമാത്രം ഉയരങ്ങളിൽ എത്തും എന്ന് മനസ്സിനൊന്ന് കോൺഫിഡൻസ് കൊടുക്കുക. മനസ്സിലായി? അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് ഇതിൽ നിന്നും മുന്നോട്ട് വരാനുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ദുഃഖങ്ങളുടെ തീവ്രതയെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് നല്ലൊരു പരിവർത്തനത്തിലേക്ക് മാറാനും സാധിക്കും എന്ന് കാണുന്നുണ്ട്. ഈ ഒരു വലിയ പരാജയത്തിൽ നിന്നും നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് വരാം എന്ന് കാണുന്നുണ്ട്.
സെവൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പല കാര്യങ്ങളും ക്ഷമയോടുകൂടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഒന്നുകിൽ നിങ്ങൾ ഭൂമിയിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്ലാൻ ഷോപ്പ് അല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ചെടികളുടേതൊക്കെ ആയ ചില ബിസിനസ്സുകൾ ഉണ്ടാവണം. അപ്പൊ ഈ ബിസിനസ്സുകളിൽ നിന്നും ചെടികളൊക്കെ അല്ലേ ആരും അധികം ചിലപ്പോൾ വാങ്ങിച്ചെന്ന് വരത്തില്ല. ഇനി ഇതിന്റെ ഒരു ഗ്രോത്ത് അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല. അവിടെ ഇതിനായിട്ട് നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താണോ നിങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത് അത് നിങ്ങൾക്ക് കുറച്ച് താമസിച്ചാലും വന്നു ചേരും എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ചിലപ്പോൾ ഒരു ചെടിയൊക്കെ ഒന്ന് വളർന്നു വരാൻ കുറെ താമസിക്കുമല്ലോ. അപ്പോൾ അതിനെത്രമാത്രം കാലതാമസം വരുമോ അത്രയും നിങ്ങളുടെ ബെനിഫിറ്റിനും താമസം ഉണ്ടാകും. അതുകൊണ്ട് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം തരാനുണ്ടാവാം. ആ ഒരു എനർജി ആയിരിക്കാം ചിലപ്പോൾ. ഈ സാമ്പത്തികം തരാനുള്ള വ്യക്തികൾ കുറച്ചൊന്ന് താമസിച്ചാലും അത് നിങ്ങൾക്ക് കൊണ്ടുതരും എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കേണ്ടത്. ആ എനർജി സ്വയം കൊണ്ടുവരൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് സ്ട്രെങ്ത് ആണ്, കണ്ടില്ലേ ഇവിടെ നിങ്ങൾ അതുപോലെ നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരണം. എന്തിനേയും മറികടക്കാനുള്ള അല്ലെങ്കിൽ എന്തിനേയും കയ്യിലൊതുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവണം. ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നോക്കിയിരിക്കുന്നത് പല കാര്യങ്ങൾക്കും നോക്കിയിരിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ നഷ്ടപ്പെട്ടത് തിരിച്ചു വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇത് കുറെ ക്ഷമയില്ല എങ്കിൽ അതൊന്നും നമുക്ക് ലഭിക്കുകയില്ല. എനിക്കത് കിട്ടില്ല 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 എന്ന് മനഃപൂർവ്വം എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ മനസ്സിന്റെ ആ ഒരു ദൗർബല്യമാണത്. അപ്പോൾ ആ എനർജി ഇങ്ങനെ വീക്കായി നമ്മൾ അതിനെക്കുറിച്ച് കൊണ്ട് തന്നെ ഉച്ചരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു എനർജി വൈബ്രേഷൻ ആണ് യൂണിവേഴ്സിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായ ഒരു റിസൾട്ട് നെഗറ്റീവായിട്ടേ വരികയുള്ളൂ. അതുകൊണ്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ എന്നുള്ളത് ഇവിടെ നമുക്ക് ഗൈഡൻസ് ആയിട്ട് പറയാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇത് തന്നെയാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത് കൈവരിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് മുന്നോട്ട് വരികയും സ്വയം മെഡിറ്റേഷനൊക്കെ ചെയ്ത് സ്വയം പവർഫുള്ളായിട്ട് മുന്നോട്ട് വരിക, സ്പിരിച്വലി കുറച്ച് സ്ട്രെങ്ത് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 8 ആണ് നമ്പർ. അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെങ്ത് കൊണ്ട് തരുന്നുണ്ട് ഈ ഒരു സമയത്ത്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ചില നിസ്സാരമായാലും കുറച്ച് വലിയ കാര്യങ്ങളായാലും അതിനെയൊക്കെ ഒന്ന് മറികടന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതിനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത്. എന്നെ കൊണ്ടത് സാധിക്കും, ഐ ആം കേപ്പബിൾ. മനസ്സിലായോ? അങ്ങനെയാണ് വേണ്ടത്. മറ്റുള്ളവരോട് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ഒരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തും നിങ്ങൾക്ക് വശത്താക്കാൻ പറ്റും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ദിവസം അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. കാർഡ്സോടെ 2-3 നോക്കാവേ. മൂന്ന് കാർഡ്സ് എടുത്തിട്ടുള്ളൂ. ബോട്ടം വന്നിരിക്കുന്നത് പാസ്റ്റ് ലൈഫ്സ് ആണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങളിൽ പലരും, നിങ്ങളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിൽ പലരും ഇപ്പോഴത്തെ സന്തോഷത്തിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതായത് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ വലിയ വിഷമങ്ങൾ കഴിഞ്ഞ കാലത്ത് അനുഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ഇപ്പോഴും അതിൽ തന്നെ എനർജി വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ പോയ കാലത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് എനർജി എന്തിനാണ് അവിടെ വേസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഇന്നിൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, കഴിഞ്ഞതിനെ വിട്ടേക്കുക. അല്ലെങ്കിൽ വന്ന് ചേർന്നോട്ടെ, അത് വരുന്നുവെങ്കിൽ വന്നോട്ടെ എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഇനി നാളെയാണെങ്കിലോ, നാളെ എന്താണ് വരാൻ പോകുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നാളെയും നല്ലത് വരാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുക, അത്രമാത്രം ചെയ്താൽ മതിയോ. ഇന്ന് കഴിയുന്നത് നിങ്ങളുടെ സോളിന് ഹാപ്പിനെസ് ആണ് ആവശ്യം. അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുക. നമുക്കിനി എന്താണ് വന്നിരിക്കുന്നത് നോക്കാം.
ഇവിടെ നമുക്ക് അവയർനെസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, സ്ട്രെങ്ത് കാർഡ് വന്നപ്പോൾ അവയർനെസ്സിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു തിരിച്ചറിവ് വരികയാണ് ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ സ്വയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു തോന്നൽ ഉണ്ടായിക്കാണും, എനിക്ക് ഇങ്ങനെയൊക്കെ ആവണം, എനിക്ക് ഇങ്ങനെ മുന്നോട്ട് വരണം എന്ന് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചപ്പോൾ തന്നെയും നിങ്ങൾക്കൊരു വളരെ വലിയൊരു അവയർനെസ് ആയിപ്പോയി ലഭിച്ചത്. കണ്ടില്ലേ, നിങ്ങളിൽ നിന്നും പുതിയൊരു രൂപമാണ് ഇവിടെ വരാൻ പോകുന്നത്. അതായത് നിങ്ങളിൽ നിന്നും പുതിയൊരു രൂപത്തെ കൈക്കൊള്ളാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ രൂപം തന്നെ നിങ്ങൾ മാറ്റിയെടുക്കാൻ പോകുന്നു. നിങ്ങളുടെ അവബോധം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളുണ്ട്. അതിലൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ അതിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ കൂടെയും ചില മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ എന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ സ്വീകരിക്കുക. അതാണ് നിങ്ങളുടെ ഈ അവയർനെസ് എന്ന് പറയുന്നത്. അത് തന്നെ നിങ്ങൾക്കൊരു മനസമാധാനത്തെ തരുന്നതായിരിക്കാം. മനസ്സിലായി? അപ്പൊ ഇങ്ങനെ ഇവിടെ നിങ്ങൾക്ക് നല്ലതുപോലെ ബോധോദയം ഉണ്ടാകുന്നു, തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ തിരിച്ചറിവ് മതിയല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമായിട്ടിരിക്കാൻ, അല്ലേ? അതുകൊണ്ട് എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കൂ. ഇവിടെ ഫുൾ കാർഡാണ്. പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പുതിയൊരു തുടക്കം നിങ്ങൾക്ക് പലർക്കും വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നിലും ചിന്തയില്ലാതെ യൂണിവേഴ്സിനെ വിശ്വസിച്ച് യൂണിവേഴ്സിനെ നോക്കിക്കൊള്ളും എന്നുള്ള പരിപൂർണമായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇവിടെ കാണുന്നത്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ മറ്റ് കാര്യങ്ങളിൽ ഒന്നും ചിന്തയില്ല എങ്കിൽ കൂടെയും ആ പരിപൂർണമായ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് സമാധാനം ലഭിക്കും. അതല്ലേ മനുഷ്യന് ഏറ്റവും അത്യാവശ്യം, സന്തോഷം ലഭിക്കുന്നു. ഇവിടെ ഇത് ഔട്ട്സൈഡറാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരാണോ നിങ്ങളെ രക്ഷിക്കാനുള്ളത്, അവിടെ എത്ര വലിയ ദുരന്തത്തിൽ നിങ്ങൾ അകപ്പെട്ടാലും നിങ്ങൾക്കൊരു രക്ഷകൻ വരും. അതാണ് കാണുന്നത്. മനസ്സിലായി? നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു രക്ഷകൻ വരും. യൂണിവേഴ്സിനെ പരിപൂർണമായി വിശ്വസിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏത് കാര്യവും യൂണിവേഴ്സിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ, അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് കൂടെ കുറച്ച് എഫർട്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് നല്ലൊരു സക്സസ് ഉണ്ടാകും എന്ന് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്, ഓർക്കുക. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് വേണ്ടവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.